ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിക്കുവിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം! പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വാക്യം. സ്വർഗവും അതിൽ വസിക്കുന്നവരുമായി ഉള്ളവരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ വാക്യം ആഹ്വാനം ചെയ്യുന്നത്. ആനന്ദിക്കുവിൻ എന്ന്. ആനന്ദിക്കുവിൻ, സന്തോഷിക്കുവിൻ, പ്രഘോഷിക്കുവിൻ, ഹല്ലേലൂയ പാടുവിൻ. സ്വർഗത്തിൽ വസിക്കുന്നവരോട് ആഘോഷിക്കുവാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അത് സ്വർഗത്തിൽ വസിക്കുന്നവരല്ലേ, അവരാഘോഷിക്കട്ടെ, എൻജോയ് ചെയ്യട്ടെ എന്ന്. എന്നാൽ ദൈവവചനപ്രകാരം സ്വർഗത്തിൽ വസിക്കുന്നവരാരാണെന്നറിയാമോ? അത് നാമാണ്. എഫെസ്യർ 2:7 പറയുന്നു, യേശു ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നമ്മെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തും എന്നല്ല, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നാം ഇരിക്കുന്നത് സ്വർഗത്തിലാണ്. അവൻ ക്രൂശിൽ ചെയ്തെടുത്ത മഹായാഗത്താലാണ് ഇന്ന് സ്വർഗത്തിൽ ഇരിക്കുവാൻ നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നത്. നാം ഭൗമികമായ കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു പറയുകയാണ്, അതുകൊണ്ട് സന്തോഷിക്കുക, ഘോഷിക്കുക, ഉല്ലസിക്കുക, പാട്ടുപാടുക. സങ്കീർത്തനങ്ങളാലും സ്തുതിഗീതങ്ങളാലും എപ്പോഴും അവനെ നമുക്ക് ആരാധിക്കാം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് അവന് കൈവയ്ക്കാവുന്ന എല്ലാ മേഖലകളിലും അസത്യം കൊണ്ട് നിറച്ച്, വഞ്ചന കൊണ്ട് നിറച്ച്, ചതി എന്നുവേണ്ട ദൈവത്തിനെതിരെയുള്ള എല്ലാ കാര്യങ്ങളാലും മനുഷ്യൻ്റെ കേൾവികളെയും കാഴ്ചകളെയും എല്ലാം മറച്ച് സത്യാത്മാവിന് വിരോധമായി പിശാചിൻ്റെ ആത്മാവ് അതിഭയങ്കര വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയണം. യാക്കോബ് 4:7 പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽക്കുവിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടി നമ്മുടെ ശക്തിയോ ബലമോ ബുദ്ധിയോ ഒന്നും ഉപയോഗിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവിനോട് അടുത്ത് നിൽക്കുവിൻ. പ്രിയരെ, നാം കർത്താവിനോട് അടുത്ത് നിൽക്കുമ്പോൾ പിന്നെ പിശാചിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ പിശാചിൻ്റെ ഒരു തന്ത്രവും വിലപ്പോവുകയില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കാം, അവനെ സ്തുതിക്കാം, ആരാധിക്കാം. ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാം.